ഇത് ഭൂട്ടാനിലെ പെറുവിൽ ടൈഗർ നെസ്റ്റ് മോണസ്റ്റി ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തുനിന്ന് ഉള്ള വെള്ളച്ചാട്ടമാണ്. ഇങ്ങനെ വന്നിട്ട് ചാടിയിട്ട് അടിപൊളി സ്ഥലമാണ്. നല്ല തണുപ്പാണ് ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ടൈഗർ നെസ്റ്റ് മൊണാസ്റ്റി കയറാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഇപ്പോൾ സമയം രാവിലെ 10 മണി. ഞാൻ ഭൂട്ടാനിലെ പെറു എന്ന് പറഞ്ഞ സ്ഥലത്ത് പാറു ഒക്കെ പറഞ്ഞ സ്ഥലം രണ്ടും ഒന്ന് തന്നെയാണ്. അവിടുത്തെ ടൈഗർ നെസ്റ്റ് മൊണാസ്റ്റി ഉണ്ട്, അത് കാണാൻ പോവാണ്. അപ്പോൾ അവിടുത്തെ കഫ്റ്റീരിയയിൽ നിന്ന് ജ്യൂസും അത്യാവശ്യം ജീവൻ നിലനിർത്തുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ വീണ്ടും നടന്നു പോവാണ്. അങ്ങ് ദൂരെ ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണും, പക്ഷെ അങ്ങോട്ട് എത്തുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ നടന്നു പോവാണ്. അപ്പം നമുക്ക് വഴിയിലെ കാഴ്ചകളും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോ റെസ്റ്റ് പ്ലേസുകളാണ്. For some time. After that, we have got some steps again, like this one. Okay. It's easy from now. It's easy, but from here now. Hey. Hello. Good morning. Good morning. ഇവിടെ പല സ്ഥലങ്ങളിലും ഇതേപോലെ മഞ്ഞയും പച്ചയും ചുവപ്പും നീലയും കളറുള്ള വെള്ളയൊക്കെ കളറുള്ള ഇങ്ങനെ കൊടിയുമ കുറേ എഴുത്തൊക്കെ എഴുതിയിട്ടൊരു സംഭവമുണ്ട്. ഇപ്പോൾ യൂറോപ്യന്മാർ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഗൈഡിനോട് ഇപ്പോൾ ചോദിച്ചു നോക്കാം എന്താണ് സംഭവം. എന്തോ ഒരു ബുദ്ധമതമായിട്ട് എന്തോ ഒരു സംഭവമാണത്. Represents 5 elements as well as 5 wisdom Buddha. Yeah. And this colorful one, you can say this is for the good fortune as well as for the sick people. We host for them. And even you can host for the sick dead one also. So they can have a safe rebirth. And a main reason why we host is to benefit all the living sentient beings. So they can be in peace and prosperity. Yeah. Horse, wind horse, and flags. We call it Longta. So you can see over here, it's a wind horse. Wind horse. So it's in Tibetan language. So water, space. That is So those are the 5 elements. one more. So 5 elements are earth, water, air, fire. Did I mention fire before? Let's say earth, water, fire, earth, air, water, fire, and the space. ഇംഗ്ലീഷുകാർ
വാക്കിംഗ് സ്റ്റിക്കായിട്ട് വരുന്നുണ്ടല്ലേ, ഇതിവിടെ ഫ്രീ കിട്ടും. ഇങ്ങനെ കയറുന്നവർക്ക് താഴത്ത് നമുക്ക് ഇങ്ങനത്തെ സ്റ്റിക്ക് 1000 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, തിരിച്ചു പോകുമ്പോൾ അവിടെ അത് മടക്കി കൊടുത്താൽ മതി. പലരും ഈ സ്റ്റിക്കായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും ഇതേപോലെ വെള്ളങ്ങളുണ്ട്. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇവിടെ പ്ലീസ് ഡോണ്ട് ഡ്രിങ്ക് ദിസ് വാട്ടർ എന്നുണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഭൂട്ടാൻ പിൽഗ്രിമേജ് എന്നുള്ളത്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതേപോലെ വെള്ളങ്ങളുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവരൊക്കെ. അപ്പോൾ ഇനി അങ്ങനെ പോകണം. ഇതിന് യാതൊരു അറ്റവും കാണുന്നില്ല. ഇതിൻ്റെ മുകളിൽ വേറൊരു കെട്ടുണ്ട്, പക്ഷേ ഇതിലേക്കല്ല പോകേണ്ടത്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊന്നുണ്ട്, അതുമല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അങ്ങനെ പോകണം. ഇതവിടെ വേറൊന്നുണ്ട്. ഇതൊക്കെ പോകുന്ന വഴിയിലുള്ള ഓരോ വിശ്രമ കേന്ദ്രങ്ങൾ പോലത്തെ സംഭവമാണ്. ഇതൊക്കെ അവിടുന്ന് പോയിട്ട് ഇവിടെ ഉണ്ടാക്കേണ്ട ഒരു കാര്യം ആലോചിച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കിയെന്നുള്ളതാണ് അത്ഭുതം. Welcome to our viewpoint. അങ്ങ് ദൂരെ കാണുന്നുണ്ടല്ലേ, ഇതാണ് നമുക്ക് എത്തേണ്ട സ്ഥലം. ടൈഗർ നെസ്റ്റ് മൊണാസ്റ്റി എന്ന് പറഞ്ഞ മെയിൻ സംഭവം ഇവിടെയാണ്. അതിൽ എത്തേണ്ട നല്ല രസമാണ്. നമ്മുടെ മക്കയിലെ ഹിറാ ഗുഹ കയറുന്ന അതേ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ്. മുകളിലേക്ക് കയറി പിന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ മുകളിലേക്ക് വേണം. ഇതൊക്കെ പുറത്ത് നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണ്. അങ്ങ് ദൂരെ കാണുന്ന ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നില്ലേ, ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്, ഈ ഒരു ഭാഗത്തേക്ക്. ഇപ്പം ഇനി നമ്മൾ സാധാ ലെവലിൽ നിന്ന് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ സ്റ്റെപ്പ് കെട്ടിണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് പിന്നെ കയറി പോകണം. ഇതിന്മേ ഹാൻഡ് റെയിലൊക്കെ ഉള്ളതുകൊണ്ട് സുഖമാണ്. സ്റ്റെപ്പ് ഇറങ്ങി പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ കയറി പിന്നെ ഇറങ്ങി പിന്നെ കയറി, അങ്ങനെയാണ് ഇനി അടുത്ത പോക്ക്. ഞാൻ ആലോചിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതുണ്ടാക്കാൻ സാധനങ്ങൾ താഴത്ത് ഇങ്ങോട്ട് എത്തിക്കണ്ടേ. ഇതൊക്കെ ഉണ്ടാക്കി ആയിരുമ്പോഴത്തേക്ക് അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഇതാണ് അങ്ങ് താഴത്തുനിന്ന് കണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് കാണിച്ചു തരാം. അവിടുന്ന് നമ്മൾ പുറപ്പെട്ട് അവിടുന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 5 കിലോമീറ്ററാണ് ഇപ്പൊ മല കയറി ഇവിടെ എത്തിയത്. ഈ മലന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി പോകണം. താഴേക്ക് ഇറങ്ങി പോയിട്ടാണ് അവിടേക്ക് എത്തുക. ഉണ്ടല്ലോ, ഇങ്ങനെ ഇറങ്ങിപ്പോയി പോയി 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 അതാ അവിടെ എത്തും.
ഇനി ഇവിടെ കംപ്ലീറ്റ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കംപ്ലീറ്റ് താഴ്ചയാണ്. ഈ താഴ്ചയിലൂടെ അങ്ങനെ പോയിട്ട് പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് കയറണം. ഒരു പ്രത്യേക ഒരു മോഡൽ തന്നെയാണ് ഉള്ളത്. കാരണം ഇതൊക്കെ സ്റ്റെപ്പ് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങ് ദൂരെ ഒരു പാലം കണ്ടില്ലേ? ആ പാലത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് കയറ്റമുള്ളത്. ഈ വെള്ളം പോകുന്നൊരു ഭാഗം നമുക്ക് കാണാം. ഇത് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇങ്ങനെ ചാടി വന്നിട്ട് അവിടെ നിന്നാണ് ഇത് വരുന്നതുണ്ടല്ലേ. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിലേ ഇങ്ങനെ വന്ന് ഇവിടെ ഈ കല്ലിൻ്റെ അടിയിൽ കൂടെ വന്ന് പിന്നെ നമ്മുടെ പാലുണ്ട് ഇവിടെ. ഞാൻ ഇപ്പം നിൽക്കുന്ന പാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വന്ന് ഇതിലേ അങ്ങനെ അങ്ങോട്ടേക്ക് പോവും. നമ്മൾ വരുന്ന സമയത്ത് ഒരു വെള്ളം കണ്ടിരുന്നില്ലേ? ആ ഒരു വെള്ളം ഇവിടുന്ന് വരുന്നതാണ്, ഏറ്റവും താഴത്തുള്ള. ഞാനിപ്പോൾ പാലം കയറി അങ്ങ് മുകളിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ പാലത്തിൻ്റെ ലെവലിലെത്തി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റാണ്. ഇതാണ് നമ്മളുടെ ആ വെള്ളച്ചാട്ടം ഉള്ളത്. ഇത് ഇവിടുത്തെ പറയുന്നത് ഇവിടുത്തെ ഹോളി വാട്ടറാണ്. അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ കവാടം. ഇപ്പോൾ സമയം 11:15. ഏകദേശം 3 മണിക്കൂർ. ഇതൊരു ഹോളി വാട്ടർ തന്നെയാണ് ഈ കാണുന്നത്. ഇവിടെയും വെള്ളം ഇങ്ങനെ ഡ്രമ്മിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇഞ്ചി കയറി അങ്ങനെയായിട്ട് മുകളിലേക്ക് പോകണം. ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കൽ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്യാമറയൊക്കെ വാങ്ങി ഇവിടെ ഒരു ലോക്കറിൽ എടുത്ത് വെക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം. പരിസരത്തുനിന്ന് പുറത്തേക്കുള്ള ഭാഗങ്ങളും അതും കാണാം നമുക്ക്. ഇതാണ് ഈ ഒരു സ്ഥലം. ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ താഴത്തുനിന്ന് ഇത്രയും ദൂരം നടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ താഴത്തുനിന്ന് കണ്ട അതിൻ്റെ അവിടെ എത്തി. ഞാനൊന്ന് തൊടാൻ പോവാണ്. എത്തിത്തൊട്ടു. ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ ലോക്കർ ഉള്ളത്. ഇതിൻ്റെ ഒരു വൈഡ് വ്യൂ ആണ് ഈ അടുത്തുള്ള. ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറി അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ പലവിധ റൂമുകളായിട്ടാണ് ഇവിടുത്തെ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള അമ്പലങ്ങളുള്ളത്. മാർജിനിയാണ്
ഇതാണ് നമ്മൾ താഴത്തുനിന്ന് കണ്ടിരുന്ന ആ ടെമ്പിള്. ഈ ടെമ്പിളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പിന്നെ വീഡിയോ പ്രവേശനമില്ല. അതുതന്നെ ഇവിടെ ഒരു ലോക്കറുണ്ട്. ലോക്കറിൽ നമ്മളെ ക്യാമറ ഒക്കെ വെക്കണം. പിന്നെ വെറും കൈയോടെ മാത്രം അങ്ങോട്ട് പോകാൻ പറ്റുക. ഈ ഒരു ഭാഗങ്ങളാണിത്. ഇനി ഈ ടെമ്പിളിൻ്റെ അവിടുന്ന് താഴേക്ക് മടങ്ങി പോവുകയാണ്. ഇപ്പൊ താഴേക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇനി ഇങ്ങനെ ഇറങ്ങി പോവുക. മടങ്ങി പോവുകയാണ്. അപ്പൊ മടങ്ങി പോവുകയാണ്. ഇനി വന്നതേപോലെ തന്നെ ഇറങ്ങി പോവുകയാണ്. അപ്പൊ മടങ്ങി വരികയാണ്. ഭൂട്ടാനിലെ പിന്നെ ടൈഗർ നെസ്റ്റ് മോണസ്റ്ററി ഉണ്ട്. ആ മോണസ്റ്ററി കണ്ട് മടങ്ങി വന്നതാണ്. ഏകദേശം ഒരു 7 മണിക്കൂർ എടുത്തിരുന്നു. 5 കിലോമീറ്റർ കയറിയിട്ടുണ്ട് ഇറങ്ങി വന്നതാണ്. അതൊരു സംഭവമാണ് കേട്ടോ. ഇനി മേലാൽ ഞാൻ ഇതിന്റെ മുകളിൽ കയറില്ല. നിങ്ങൾ 1,00,000 റുപ്യ ഫ്രീ തരുമെന്ന് പറഞ്ഞാലും ഞാൻ കയറില്ല. പക്ഷെ ലൈഫിൽ ഒരു തവണ അതിന്റെ മുകളിൽ കയറി ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു വരണം. എൻ്റെ കുറേ കാലത്തെ ഒരാഗ്രഹമായിരുന്നു ഭൂട്ടാനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കാണണം എന്നുള്ളത്. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ദാസ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴാണ് നടന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ നല്ല ടയേർഡാണ്. കാലിന്റെ മുട്ടൊക്കെ ഒരു വൈക്കാവും. പിന്നെ കൈയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ആയിട്ടാണ് അവർ പോയത്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഞാനവിടെ നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഭൂട്ടാന്റെ മറ്റുള്ള എപ്പിസോഡ് നമുക്ക് കാണാം. ബൈ. ഇപ്പം സമയം 3 മണിയായിരിക്കുന്നു. ഏകദേശം ഒരു 8:15 കയറിയതാ. അപ്പോൾ ഒരു 7 മണിക്കൂർ. അങ്ങനെ തിരിച്ച് നമ്മുടെ വണ്ടി പാർക്കിങ്ങിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാറിൽ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.